പിതൃപുത്ര പരിശുദ്ധാത്മാവായ ത്രിയേക ദൈവത്തിന് സ്തുതി. നാം എല്ലാവരുടെ മേലും അവിടുത്തെ കരുണയും മനസ്സലിവും അനുഗ്രഹങ്ങളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മൾ ബൈബിളിൽ കാണുന്ന പ്രധാനപ്പെട്ട ഒരു പ്രമേയമാണ് മാനസാന്തരം എന്നുള്ളത്. മാനസാന്തരത്തെ പറ്റി പറയുമ്പോൾ പല ആളുകൾക്കും പല ചിന്താഗതികളാണ്, ധാരണയാണ്. ഇന്നിടത്ത് ഇന്നയാള് മാനസാന്തരപ്പെട്ടു, തെക്കേ വീട്ടിൽ പാപ്പച്ചൻ മാനസാന്തരപ്പെട്ടു, പുളിഞ്ചുവട്ടിൽ അവറാച്ചൻ മാനസാന്തരപ്പെട്ടു. യഥാർത്ഥത്തിൽ പറയുന്ന മാനസാന്തരം എന്താണ്? അതേക്കുറിച്ചാണ് ഞാൻ പറയുന്നത്. യഥാർത്ഥത്തിൽ നമ്മൾ ബൈബിളിൽ വായിക്കുന്ന മാനസാന്തരം എന്നതിന് ഗ്രീക്ക് ഭാഷയിലെ മെറ്റനോയിയ എന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മെറ്റനോയിയ എന്ന് പറഞ്ഞാൽ ചേഞ്ച് മൈൻഡ്. ഇതാണ് അതിൻ്റെ ഒരു അർത്ഥം. എന്ന് പറഞ്ഞാൽ അഭിപ്രായത്തെ മാറ്റുക, മനസ്സിനെ മാറ്റുക, ചേഞ്ച് ചെയ്യുക, മാറ്റുക. ഇതാണ് മാനസാന്തരം എന്ന് പറഞ്ഞാൽ ചേഞ്ച് യുവർ മൈൻഡ്, ചേഞ്ച് യുവർ തോട്ട് പാറ്റേൺ. ചിന്തിച്ചുകൊണ്ടിരുന്നതിനെ മാറ്റുക, ധാരണകളെ മാറ്റുക. ഇറ്റ്സ് നോട്ട് എ ബിഹേവിയർ മോഡിഫിക്കേഷൻ, ഒരു സ്വഭാവ രൂപീകരണമല്ല. മാനസാന്തരം എന്ന് പറഞ്ഞാൽ നമ്മൾ ധരിച്ചു വച്ചിരിക്കുന്ന ചില കാര്യങ്ങൾ അങ്ങനെയല്ല, അതിങ്ങനെയാണ്. ചേഞ്ച് യുവർ മൈൻഡ്. മാനസാന്തരം മെറ്റനോയിയ. ദൈവത്തിന്റെ ദയയെ കാണുക, ദൈവത്തിന്റെ സ്നേഹത്തെ കാണുക. അപ്പോ ദൈവം എത്ര നല്ലവനാണ്. ഓൾഡ് ടെസ്റ്റമെന്റ് ഇസ്രായേലിന്റെ ദൈവത്തെ സ്തുതിക്കുന്ന, നിരന്തരമായി ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരുന്ന വേർഡിങ് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ? യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. യഹോവ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. ഇടയ്ക്ക് വെച്ച് നിൽക്കുന്ന ദയയല്ല. അപ്പൊ ഇതാണ് പ്രൈസ് വേർഡ്സ്. ഈ സ്തുതിപ്പാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. അപ്പൊ നമ്മൾ ദൈവത്തിന്റെ നന്മയെ കാണുമ്പോൾ, ദൈവത്തിന്റെ ദയയെ കാണുമ്പോൾ, ദൈവത്തിന്റെ മനസ്സലിവിനെ കാണുമ്പോൾ, ദൈവത്തിന്റെ ദീർഘക്ഷമയെ കാണുമ്പോൾ നമുക്കുണ്ടാകുന്ന അഭിപ്രായ വ്യത്യാസത്തെയാണ് ബൈബിൾ വിളിക്കുന്ന മാനസാന്തരം. അതാണ് പൗലോസ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത്. എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്? ഇനി നിങ്ങൾ ആ വാക്യത്തിലേക്ക് നോക്കുക. ദൈവത്തിന്റെ ദയ നിന്നെ മാനസാന്തരത്തിലേക്ക് നടത്തുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തെ കുറിച്ചുള്ള അഭിപ്രായം അങ്ങോട്ട് മാറുക. എന്തായിരുന്നു ദൈവത്തെക്കുറിച്ച് നേരത്തെയുള്ള അഭിപ്രായം? ദൈവത്തെക്കുറിച്ചുള്ള അഭിപ്രായം, ദൈവം ഭയങ്കര കർക്കശക്കാരനാണ്, ദൈവം ഭയങ്കര കഠിന ഹൃദയനാണ്, ദൈവം അപ്പോൾ വടിവെച്ച് നല്ല അടി തരുന്ന ആളാണ്, ദൈവം ചെറിയ തെറ്റുകൾക്ക് പോലും ശിക്ഷ തരുന്ന ആളാണ്, ദൈവം നമ്മളെ നിത്യമായി നരകത്തിൽ പിടിച്ചിടുന്ന ആളാണ്, നരകത്തിൽ ഒരുപാട് പുഴുക്കൾ ഇങ്ങനെ തീക്കകത്തൂടെ ചാകാതെ ഇങ്ങനെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്, അത് നമ്മളെ നരകത്തിൽ കൊണ്ടുവിടും, അവിടെ ഇങ്ങനെ നമ്മളിങ്ങനെ കടന്ന് പീഡിപ്പിക്കപ്പെട്ടുകൊണ്ടിരിക്കും. അപ്പൊ ദൈവം മുകളിൽ ഇരുന്ന് ഇങ്ങനെ എക്കോ മിഷൻ ഓൺ ചെയ്ത് ഇങ്ങനെ ചിരിക്കും, ഇങ്ങനെ ഈ ശബ്ദം ഇങ്ങനെ എക്കോ. ഇതാണ് ദൈവത്തെക്കുറിച്ച് നമുക്ക് മതങ്ങൾ നൽകിയ കാഴ്ചപ്പാട്. അവിടെ നമ്മൾ ദൈവത്തിന്റെ ദയയെ കാണുകയാണ്. മേഴ്സി ഓഫ് ഗോഡ്, ഇൻഫിനിറ്റ് മേഴ്സി. ഇത് കണ്ടിട്ട് ഇത് കാണുന്ന ഒരു വ്യക്തിക്ക് എന്തുണ്ടാകുകയാണ്? മാനസാന്തരം ഉണ്ടാവുകയാണ്. അതാണ് റിയൽ മാനസാന്തരം എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ദയയാൽ ഒരു വ്യക്തി രൂപാന്തരപ്പെടുന്ന, ദൈവത്തിന്റെ ദയ കാണുമ്പോൾ ഒരാൾക്കുണ്ടാകുന്ന ചേഞ്ച് ഓഫ് മൈൻഡ് ആണ് മാനസാന്തരം. പോസിറ്റീവ് ബിബ്ലിക്കൽ മാനസാന്തരം. അതാണ് മാനസാന്തരം. അത്തരം ഒരു മാനസാന്തരം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? ദൈവത്തിന്റെ ദയമൂലം ഉണ്ടാകുന്ന മാനസാന്തരമാണ് യഥാർത്ഥ മാനസാന്തരം. എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ അഭിപ്രായം മൊത്തം മാറി. അയ്യോ, ഇതായിരുന്നു ഞാൻ ഇത്രയും നാൾ ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കാതെ. അങ്ങനെയല്ലല്ലോ.
നമ്മുടെ നാട്ടിടവഴികളിൽ നിന്ന് നമ്മുടെ മനസ്സിലേക്ക് ഫീഡ് ചെയ്തിട്ടുള്ള ഒരുപാട് ചിന്തകളുണ്ട്. നമ്മുടെ ചെറുപ്പം മുതൽ അത്തരത്തിലുള്ള ചിന്തകൾ കേട്ടിട്ട് അത്തരത്തിലുള്ള ചിന്തകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ രൂപപ്പെടുത്തിയ ഒരു ദൈവബോധ്യം നമ്മുടെ അകത്തുണ്ട്. അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പഴയ നിയമത്തിലെ സ്റ്റോറി കേട്ടിട്ട് എന്തെങ്കിലുമൊക്കെ സ്റ്റോറികളാണ്. അപ്പൊ അത്തരത്തിലുള്ള സ്റ്റോറികൾ കേട്ടിട്ട് നമ്മൾ ദൈവത്തെ പറ്റി ഒരു അഭിപ്രായം വെച്ചിട്ടുണ്ട്. ആ അഭിപ്രായം മാറ്റുന്നതിന്റെ പേരാണ് മാനസാന്തരം. ചേഞ്ച് യുവർ മൈൻഡ്, മെറ്റനോയിയ. ഞാൻ ഷിബു പീഡിയക്കൽ. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഗ്ലോറിയസ് ഗോസ്പൽ. ഇത്തരത്തിലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഗ്ലോറിയസ് ഗോസ്പൽ ഒഫീഷ്യൽ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.